ഓണത്തിന്റെ സന്തോഷത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയായിരുന്നു ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് തയ്യാറെടുത്തിരുന്നത്. എന്നാൽ അതോടൊപ്പം ചെറിയൊരു ദുഃഖവും നമ്മുടെ തൊട്ടപ്പുറത്തെ സംസ്ഥാനങ്ങളിൽ നടക്കുന്നുണ്ട്. അത് നമ്മൾ മലയാളികളെയും ബാധിക്കുന്നുണ്ട്. ആ ഒരു അവസരത്തിൽ എന്തായാലും ആ ഒരു വാർത്തയിലേക്ക് പോയ ശേഷം നമുക്ക് ഓണവിശേഷങ്ങളിലേക്കൊക്കെ എത്താം. കാവേരി നദീജലവുമായി ബന്ധപ്പെട്ട കൂടുതൽ ജലം നൽകാനാവില്ലെന്ന കർണാടക നിലപാട് സുപ്രീം കോടതി തള്ളിയിരിക്കുന്ന പശ്ചാത്തലം കുറച്ച് ദിവസങ്ങളായി സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പുകഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ നിലവിലെ സാഹചര്യങ്ങളുടെ വിവരങ്ങൾ നൽകാനായി അഭിലാഷ് തട്ടത്തുമല നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. അഭിലാഷ്, നിലവിലത്തെ സാഹചര്യങ്ങൾ ഒപ്പം തന്നെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു. മലയാളികൾ ആശങ്കയിലാണ്, പ്രത്യേകിച്ച് ഓണത്തിനോടനുബന്ധിച്ച് കേരളത്തിലേക്ക് വരുന്നവരൊക്കെ. ഇതിന്റെയൊക്കെ ഒരു സാഹചര്യങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ? സൗമ്യ, അവിടെ ഏറ്റവും അവസാനമായി നമ്മൾ ന്യൂസ് ഡെസ്കിൽ വരെ അവസാനമായി കിട്ടിയ ചില വാർത്തകൾ കൂടി ഈ ന്യൂസ് ആൻഡ് വ്യൂസിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. കാരണം തമിഴ്നാടിൻ്റെ ഉടമസ്ഥതയിലുള്ള 40ഓളം ബസ്സുകളാണ് ഒരുമിച്ച് കർണാടകയിൽ അവർ കൂട്ട അഗ്നിക്കിരയാക്കിയിരിക്കുന്നത്. അതിൻ്റെ വിഷ്വലുകൾ ഇപ്പോൾ അന്തർദേശീയ ചാനലുകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഏറ്റവും അവസാനമായി നമുക്ക് കിട്ടുന്ന ചില വിവരങ്ങൾ അനുസരിച്ചിട്ട് മലയാളികൾ മംഗളൂരിലും അതുപോലെ തന്നെ യാത്ര പുറപ്പെട്ട ചില വഴികളിലും കുടുങ്ങിക്കിടക്കുന്ന ഒരു വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഇരു സംസ്ഥാനങ്ങളിലെയും, കർണാടകത്തിലെയും കേരളത്തിൻ്റെയും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒക്കെ ആയിട്ടുള്ള ചർച്ചയ്ക്ക് അടിസ്ഥാനത്തിൽ, കോൺവേ അടിസ്ഥാനത്തിൽ സുരക്ഷിതമായ യാത്രയെ ഒരുക്കി എത്രയും വേഗം മലയാളികളെ സുരക്ഷിതമായി കേരളത്തിൻ്റെ അതിർത്തിയിൽ കടന്ന് കേരളത്തിലേക്ക് എത്തിക്കും എന്നുള്ള വിവരം നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അതുപോലെ തന്നെ ഗതാഗത മന്ത്രിയും അവസരത്തിനൊത്ത് ഉയരുകയും അദ്ദേഹവും ഇതിൻ്റെ പുതിയ നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഏറ്റവും അവസാനമായി കിട്ടുന്ന മറ്റു വിവരങ്ങളെന്ന് പറയുന്നത് അക്രമം കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കുന്നതായിട്ടുള്ള ഒരു റിപ്പോർട്ട് ലഭ്യമാകുന്നുണ്ട്. കാരണം പോലീസ് നിഷ്ക്രിയമായി തന്നെയാണ് ഇപ്പോഴും ഇരു സംസ്ഥാനങ്ങളിലും ഉള്ളത്. രാമേശ്വരത്ത് തുടങ്ങിയ ഈ ആക്രമണം ബാംഗ്ലൂരിൽ നിർത്തിയിട്ടിരുന്ന തമിഴ്നാടിൻ്റെ ലോറികൾ കത്തിക്കുന്നതിലൂടെ വ്യാപകമാവുകയായിരുന്നു. ശേഷം ഇപ്പോൾ മംഗളൂർ സിറ്റി മംഗളൂർ പോലീസിൻ്റെ നിയന്ത്രണത്തിലാണെന്ന് പറയുന്നുണ്ടെങ്കിലും പലയിടത്തായും തമിഴ്നാടിൻ്റെ ഉടമസ്ഥയിലുള്ളതും തമിഴ്നാട്ടുകാർ നടത്തുന്നതുമായ സ്ഥാപനങ്ങളും ബാങ്കുകളും പലതും തച്ചുടയ്ക്കുന്ന കാഴ്ചയാണ്, ക്യാമറകൾക്ക് മുന്നിൽ തച്ചുടയ്ക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ശരിക്ക് ഒരു കലാപഭൂമിയായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിലവിൽ ഉണ്ടായിട്ടുള്ളത്. അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഗൗരവതരമായ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുകയാണ് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. തമിഴ്നാട്ടിലും കർണാടകത്തിലും സമാനമായ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് 40ഓളം ബസ്സുകൾ കൂട്ടിയിട്ട് കത്തിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ, കേന്ദ്രസേന ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഇറങ്ങി എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലും മലയാളിക്ക് എല്ലാവിധ ഉറപ്പും സർക്കാർ നൽകുന്നുണ്ട്. ഏതായാലും വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്കൊക്കെ കടക്കാമാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നമുക്കേതായാലും ഈ ഒരു വിഷമകരമായ വാർത്തയിൽ നിന്നുകൊണ്ട് തന്നെ വേണം ഓണത്തിൻ്റെ സന്തോഷകരമായ ചിന്തകളിലേക്കും ഒക്കെ തന്നെയും ഓണച്ചർച്ചയിലേക്ക് തന്നെ പോവുകയാണ്. കുറച്ച് മലയാളികൾ ഈ വിധത്തിൽ ഓണത്തിൽ പങ്കെടുക്കാനാവാതെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പല ഭാഗത്തുനിന്നും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കർണാടകത്തിലും തമിഴ്നാട്ടിലും നടക്കുന്ന വിഷയങ്ങൾ. ഏതായാലും നമുക്ക് ചർച്ചയിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ തത്സമയം നമ്മോടൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്നത് എഴുത്തുകൊണ്ടും വരകൊണ്ടും നമ്മളെ ചിരിപ്പിച്ച ശ്രീ സുകുമാർ സാറുണ്ട്, കവി ശ്രീ മുരുകൻ കാട്ടാക്കടയുണ്ട്, തിരക്കഥാകൃത്ത് എഴുത്തുകാരനായ ശ്രീ വിനു എബ്രഹാമുണ്ടൊപ്പം തന്നെ കൊച്ചി സ്റ്റുഡിയോയിൽ നിന്ന് നമ്മോടൊപ്പം ഗസലിൻ്റെ മലയാളത്തിലെ രാജകുമാരൻ ശ്രീ ഉമ്പായും കൂടി നമ്മോടൊപ്പം തത്സമയം ചേരുന്നതാണ്. ഏതായാലും ശ്രീ സുകുമാർ സാറിൽ തന്നെ തുടങ്ങാമെന്ന് തോന്നുന്നു. സാർ ഇവിടെ സൂചിപ്പിച്ച പോലെ നമുക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട്. സ്വാഭാവികമായി എല്ലാ കാലത്തും എന്ത് വിഷമങ്ങളുണ്ടായാലും അതെല്ലാം മലയാളി മാറ്റിവെക്കുന്ന സമയമാണ് ഓണം. എല്ലാ ഓണക്കാലത്തും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചർച്ച ചെയ്യാനുണ്ടാവും മലയാളിക്ക്. എന്താണ് ഈ ഓണമാകുമ്പോൾ മാത്രം എന്താണ് ഈ മലയാളിയെക്കുറിച്ച് വല്ലാതെ അങ്ങ് ആലോചിക്കുന്നത്? ഓണമാകുമ്പോഴത്തേക്കാണ് അവൻ നാട്ടിലെത്തുന്നത്. പുറത്ത് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരുടെ ഒരു വലിയ ഒരു പ്രതീക്ഷയൊക്കെയാണ് തറവാട്ടിലെത്തുക എന്നുള്ളത്. അപ്പോൾ അതിനു വേണ്ടി എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് ഇതാ ഇവിടെ എത്തുന്നത്. ഇപ്പോൾ തന്നെ ഇതിൽ എത്ര പേര് കയറിയിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇപ്പോൾ എൻ്റെ കൊച്ചുമോൻ നേരത്തെ എത്തിയത് കൊണ്ട് ഞാൻ സമാധാനമായിട്ടിരിക്കുകയാണ്. അവൻ ബാംഗ്ലൂരിലാണ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്, ഒരു കമ്പനിയിലാണ്. അപ്പോൾ അവൻ എന്തുകൊണ്ടോ 2 ദിവസം മുമ്പേ എത്തി. അല്ലെങ്കിൽ ഈ വഴി കിടക്കുന്ന പ്രശ്നം എല്ലാവർക്കും പ്രയാസം ഉണ്ടാക്കുന്ന തരത്തിലായി വീടടക്കം. അത് മാത്രമല്ല, നിങ്ങളുടെ ബന്ധുക്കൾ എവിടെയൊക്കെയോ ഉണ്ടോ ഇവനോട് ജോലിയാണെന്ന് അറിയാവുന്നവർ ആകെ പ്രയാസപ്പെടുമായിരുന്നു. ഇങ്ങനെയാണ് കാരണം സുഖവും ദുഃഖവും ഒക്കെ നമുക്ക് അമ്മാനമാടുന്ന വരെ ഒന്നിൻ്റെ പിറകെ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നുവെങ്കിലും നമ്മുടെ പ്രധാനപ്പെട്ട വിശേഷങ്ങളിലൊന്ന് മലയാളി എന്നൊന്ന് ഹൃദയത്തിൽ വെച്ച് ലാളിക്കുന്ന ഒരു
വിശേഷമാണ് ഓണം. ആ ഓണക്കാലത്ത് എത്താൻ വേണ്ടി ബസ്സിലും വണ്ടിയിലും ഒക്കെ വരുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഈ കോടതിയെ വിമർശിക്കുകയല്ല, ഇതിനൊക്കെ ഒരു സമയമില്ലേ. മലയാളിയുടെ ഒരു ഓണാഘോഷ പരിപാടിയിലാണ് ഈ ജഡ്ജ്മെൻറ്റ് വരുന്നതെന്ന് ഓർമ്മിക്കണം. അപ്പോൾ അവരും കുറച്ചുകൂടിയൊക്കെ ഒന്ന് മനസ്സംയമനത്തോടു കൂടി വേണമായിരുന്നു ഈ കാര്യങ്ങളൊക്കെ പറയാം. ഒന്നുകിൽ ഇത് കഴിഞ്ഞിട്ടാകാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ച് ഏർലിയറായിട്ടാകാൻ പറ്റും. ഇത് തലേന്ന് തന്നെ ഈ ബസ് കത്തിക്കലും മൈസൂർ റോഡ് അടച്ചിരിക്കുന്നു എന്ന് പറയുമൊക്കെ പറയുമ്പോഴത്തേക്ക് കൂടുതൽ പേരും ബസ്സിലൊക്കെയാണ് വരുന്നത്. ഒരു ഓണാഘോഷത്തിന് പങ്കെടുക്കാൻ വരുമ്പോഴത്തേക്ക് എന്തെല്ലാം ദുഃഖങ്ങൾ മലയാളി, നമുക്ക് മലയാളികളെ കുറിച്ച് പറയാൻ സാധ്യമുള്ളൂ. അതെ, മലയാളികൾ വിദേശത്തു നിന്നും വരുന്നവരുണ്ടല്ലോ. അപ്പോൾ ആകെ പ്രയാസമുള്ള ഒരു ഓണം പോലെ ഇത്തവണ തോന്നുന്നുണ്ട്. സമയോചിതമായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി ഇടപെട്ടിരിക്കുന്നു, ഉടൻ തന്നെ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ അവിടെ എന്തെല്ലാം നടക്കും, കാരണം ഇതൊക്കെ പറയുന്നു എന്നുണ്ടെങ്കിലും ഇതൊക്കെ ഈ അക്രമികളുടെ കയ്യിലാണ് ഇരിക്കുന്നത് ഇപ്പോൾ നഗരങ്ങളൊക്കെ. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു എന്ന് ആർക്കും ഒരു പിടിയുമില്ല, എന്ത് സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് ഈ ഇന്നത്തെ ദിവസം നമ്മൾ ടി വിയും റേഡിയോ ഒക്കെ ഓൺ ചെയ്തിരിക്കുകയാണ്, എന്താണ് സംഭവിക്കുന്നത്, എന്താണത്. ഓണമൊക്കെ മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ മുന്നിലിരിക്കുകയാണ്. അതൊരു വല്ലാത്ത ഒരു അവസ്ഥയാണ് ഇത്തവണത്തെ ഓണം എന്ന് പറയുന്നത്. 2 ദിവസം ഉണ്ട്, അപ്പോഴത്തേക്ക് മാറുമെന്ന് വിചാരിക്കാം. പ്രതീക്ഷയാണല്ലോ നമ്മളെ കൊണ്ടുപോകുന്നത്. ഒരുപക്ഷെ ശ്രീ മുരുകൻ കാട്ടാക്കട, ഈ സംഭവത്തിലൂടെ തോന്നി തന്നെ നമുക്ക് മലയാളിയുടെ വിഷയത്തിലേക്ക് തന്നെ വരാം. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു, ഇപ്പോൾ ഒരുപക്ഷെ ഈ ഒരു സംഭവം കേരളത്തിലായിരുന്നു എങ്കിൽ പോലും നമ്മൾ ഇത്രയും സെൻസിറ്റീവായി വിഷയം കൈകാര്യം ചെയ്യത്തില്ലായിരുന്നു. പക്ഷെ അവരുടെയൊക്കെ ഒരു പ്രത്യേകതയൊക്കെ കൂടിയായിരിക്കും, അവിടുത്തെ ജനങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകതയൊക്കെ കൂടിയായിരിക്കും. അത് എന്ത് ന്യായീകരണങ്ങളും ആകട്ടെ, ഒരുപക്ഷെ അതൊക്കെ കൂടിയല്ലേ മലയാളിയെ ഒന്നുകൂടി ഒന്ന് മികച്ചതാക്കി, നമ്മൾ അഹങ്കാരത്തോടുകൂടി പറയുകയാണെങ്കിലും അങ്ങനെ മികച്ചതാക്കി നിർത്തുന്നത് നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡല്ലേ? തീർച്ചയായിട്ടും. കാരണം വികാരങ്ങളെക്കാൾ ഉപരി വിചാരത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ടാണ് ഈ മുല്ലപ്പെരിയാർ സംഭവമൊക്കെ ഉണ്ടായപ്പോഴും ഇത്തരത്തിൽ ഭാരതീയർക്ക് പൊതുവായി ദുഃഖിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കുന്നതിൻ്റെ പിന്നിൽ നമ്മുടെ ഒരു സംയമനം, നമ്മുടെ ഒരു സഹനത തന്നെയാണ്. അതിന് നമ്മൾ സ്വയം അഭിമാനിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ദുഃഖകരമായ കാര്യങ്ങൾ നടന്നു. നേരത്തെയും കാവേരി പ്രശ്നവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇപ്പോൾ അത് കുറച്ച് തീവ്രമായി വന്നിരിക്കുന്നു. നമ്മൾ ഈ എല്ലാവരും പറയും പോലെ ഇനിയൊരു ലോകമഹായുദ്ധം ഉണ്ടെങ്കിൽ അത് ജലത്തിന് വേണ്ടിയായിരിക്കും എന്ന് പറയുന്നതിൻ്റെ ഒരു ലക്ഷണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ വികാരപരമായിട്ടാണ് ഈ ജലദൗർലഭ്യത്തെ ആളുകൾ സമീപിക്കുന്നത്. തീർച്ചയായും അത് പരിഹരിക്കപ്പെടും. സാർ പറഞ്ഞതുപോലെ നമ്മൾ പല ആശങ്കകളിലാണ് ഈ വർഷം ഇപ്പോഴും അപ്രതീക്ഷിതമായി ഓണം മാറി വന്നിരിക്കുന്നത്. എങ്കിലും മലയാളിയുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും അടർത്തി മാറ്റാൻ കഴിയാത്ത വൈകാരികത തന്നെയാണ് ഓണം. അതിനെ അർത്ഥത്തിൽ തന്നെ നമ്മൾ ഉൾക്കൊള്ളണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. ഏതായാലും ശ്രീ ഉമ്പായി നമ്മോടൊപ്പം തയ്യാറായി ഇരിക്കുന്നുണ്ട്. വലിയ കലാകാരൻ്റെ ഒരു പ്രത്യേകിച്ച് ഓണക്കാലത്ത് വലിയ തിരക്കുകളായിരിക്കും. അങ്ങനെ ഒരു തിരക്കുകളുടെ ഇടയിൽ നിന്നാണ് നമ്മൾ അദ്ദേഹത്തെ ഈ ചർച്ചയിലേക്ക് കൊണ്ടുവന്നത്. ഏതായാലും ഇത്തവണത്തെ ഓണത്തിന് ചെറിയൊരു പ്രത്യേകതയുണ്ട്. പക്ഷേ താങ്കളുടെ ആത്മകഥ ഇറങ്ങി ആ ഒരു അത് വായിക്കുന്നു. ഒരുപക്ഷെ കൊച്ചിയുമായി ബന്ധപ്പെട്ട് സംഗീതവുമായി ബന്ധപ്പെട്ടൊക്കെ കൂടുതൽ ആളുകളിലേക്ക് കാര്യങ്ങൾ കൂടുതൽ എത്തിക്കാനുള്ള ഒരു സ്പേസ് കൂടിയാണ്. ഈ ഒരു സാഹചര്യത്തിലൊക്കെ ഇത്തവണത്തെ ഓണത്തിൻ്റെ പ്രത്യേകത എന്തായിരിക്കും ശ്രീ ഉമ്പായി? ഇത്തവണത്തെ ഓണം എന്ന് പറയുമ്പോൾ ഓണവും ബക്രീദും കൂടെ ഒരുമിച്ച് വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഒരു ദിവസത്തോ 2 ദിവസത്തോ വ്യത്യാസമാണ്. പക്ഷെ അതിൽ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 2 സംസ്കാരങ്ങൾ സമന്വയിക്കുന്നുള്ളതാണ് എൻ്റെ അഭിപ്രായത്തിൽ. ഭാരതീയ സംഗീതത്തിൻ്റെ വടക്കേന്ത്യൻ ശാഖയായിട്ടുള്ള ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ കൈവഴികളിൽ ഒട്ടനവധി കൈവഴികളിൽ ഒന്നായിട്ടുള്ള ഗസൽ ഈ മനോഹരമായ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഈ 2 സംരംഭങ്ങൾ, തിരുവോണം, ബക്രീദ്, ഈ സന്തോഷത്തിൻ്റെ സന്ദർഭങ്ങളിൽ ഗസൽ ആലപിക്കാനോ അതിനെക്കുറിച്ചൊക്കെ പറയാനൊക്കെ അവസരം ലഭിച്ചതിൽ ആദ്യം തന്നെ കൈരളിക്ക് പീപ്പിൾ ടി വിക്ക് നന്ദി പറയുകയാണ്. ഈ നല്ലൊരു തിരക്ക് സമയമാണ്. നാളെ രാവിലെ അങ്ങ് കോഴിക്കോട് പോകണം, അവിടെയാണ് പരിപാടി. എങ്കിലും ഇങ്ങനെ ക്ഷണിച്ചതിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഗസൽ എന്താണെന്നുള്ളതാണ് ഞാൻ സമൂഹത്തെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. മലയാളി സമൂഹത്തെ മനുഷ്യൻ്റെ ജീവിത വിഷയങ്ങളെല്ലാം ബന്ധപ്പെട്ടുകൊണ്ടുള്ള കവിതകൾ ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ രാഗങ്ങളിൽ ലയിപ്പിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുക, അതാണ് ഗസൽ.
അതിൽ വന്നിട്ടുള്ളത് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ കലാരംഗത്ത് എൻ്റെ അനുഭവത്തിൽ എന്താണ് കലയും സമൂഹവുമായിട്ടുള്ള ബന്ധം എന്നുള്ള ഒരു അജ്ഞത എനിക്കുണ്ടായിരുന്നു. എൻ്റെ ധാരണ ഒരു പരിധിവരെ കലാകാരൻ്റെതാണ്, എൻ്റേതാണ്, എന്നിലെ കല എന്നാണ്. പക്ഷെ അതിലെനിക്കൊരു വ്യതിയാനം വരുത്തുന്നത് 1978 പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന സമ്മേളനത്തിന് സഖാവ് EMS അവതരിപ്പിച്ചൊരു പ്രമേയം, കലക്ക് വേണ്ടിയോ സമൂഹത്തിന് വേണ്ടിയോ. കാരണം EMS അബുഖാൻ്റെ മകൻ എന്ന നിലയിൽ എൻ്റെ വാപ്പ അറിയപ്പെടുന്നത് അങ്ങനെയാണ്, EMS അബുഖ. കാരണം അങ്ങനത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലാണ് ജനനവും ജീവിതവും. അപ്പം നിരന്തരം ദേശാഭിമാനി വായിക്കലാണ് പകൽ സമയങ്ങളിലെ ജോലി. അപ്പം അങ്ങനെ EMൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് വായിച്ചപ്പോൾ അതിലെ കല, ഭാഷയുടെ സൗന്ദര്യം, അതിൻ്റെ ബുദ്ധി, യുക്തി ഒക്കെ പതുക്കെ തലേ കയറാൻ തുടങ്ങിയപ്പോൾ അമാരി മ്യൂസിക്കായ എന്നുള്ളതും സമൂഹവുമായിട്ടുള്ള ബന്ധം എന്താണെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റിലുണ്ട്. കലക്ക് വേണ്ടിയോ സമൂഹത്തിന് വേണ്ടിയോ എന്നുള്ളൊരു ചോദ്യം. ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ വ്യക്തമായി അദ്ദേഹം പറയുന്നു, 1 മാസത്തോളം കൂടുതൽ നീണ്ട ചർച്ച ദേശീയ തലത്തിൽ. അവസാനം ഉത്തരം വന്നു, കല സമൂഹത്തിൻ്റെതാണ്. എൻ്റെ ഈ വിജയത്തിൽ ആ ഒരു കാര്യം ഒരു പ്രധാന ഘടകമാണ്. അമ്മയുടെ ഉപദേശം, ഗുരുജിയുടെ ഉപദേശം ഒക്കെ ഒരു ഭാഗമാണ്. അപ്പോൾ അത് ജനങ്ങളോട് തുറന്ന് ഇത് പറയുക, ഏത് രീതിയിൽ ജീവിച്ചിരുന്നു, കലക്ക് വേണ്ടിയാണെന്നുള്ള സമയത്ത് എങ്ങനെ ജീവിച്ചിരുന്നു, കല സമൂഹത്തിന് വേണ്ടിയാണെന്ന് ഇപ്പോൾ എങ്ങനെയായി. ഒരു പക്ഷേ ശ്രീ ഉമ്മായി, അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ പെരുന്നാളിന്റെ സന്തോഷം, ഓണത്തിന്റെ സന്തോഷം, അതൊക്കെ നമുക്ക് പ്രേക്ഷകരിലേക്ക് ഒരു ഗസലിലൂടെ തന്നെ നൽകാമെന്ന് കരുതുന്നു. രണ്ടുപേരും തീർച്ചയായിട്ടും. അപ്പോൾ ഗസൽ എന്താണെന്നുള്ളത് പറയുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പണി. അപ്പോൾ അക്തർ നഫീസ് എന്ന് പറഞ്ഞൊരു കവി, അദ്ദേഹത്തിൻ്റെ മനോഹരമായ കവിത रूह जब वज्द में आए तो गजल होती है, या कोई दिल को दुखाए तो गजल होती है, रूह जब वज्द में आए तो गजल होती है. ജീവിതം അതിൻ്റെ ഉന്മാദാവസ്ഥയിലെത്തുന്ന അപൂർവം ചില നിമിഷങ്ങളുണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിൽ. അപ്പോൾ സൃഷ്ടിക്കപ്പെടുന്ന ആ വികാരത്തിനാണ് ഗസൽ എന്ന് പറയുക. യാ കൊയ് ദിൽ കോ ദുഃഖായിട്ട് ഗസൽ ഹോത്തെ, ഹൃദയം വേദനിക്കപ്പെടുമ്പോൾ ഗസൽ സൃഷ്ടിക്കപ്പെടുന്നു. അങ്ങനെ മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം വികാരങ്ങളുണ്ടാവുന്നു അതൊക്കെ ചേർന്നതാണ് ഗസൽ എന്ന. ഞാൻ താങ്കളിലേക്ക് എത്താം ശ്രീ ദയവായി തുടരുക. ശ്രീ വിനു എബ്രഹാം, ഏതായാലും ഓണത്തിരക്കിലേക്ക് മലയാളി പോവുകയാണ്. ഒരുപാട് തരത്തിലുള്ള ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിൽ. ഏതായാലും പക്ഷേ മലയാളിക്ക് ഓണം എന്ന് പറയുന്നത് മറ്റൊരു വികാരമാണ്. ഈ പറയുന്ന പോലെയുള്ള ചർച്ചകളിലെ ഒന്നും ബന്ധപ്പെടുന്നില്ല. അതൊരു ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ചിന്തകളിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഇത്തരത്തിൽ നടക്കുന്ന, പ്രത്യേകിച്ച് സമീപകാലത്തായി നടക്കുന്ന ഇത്തരം ചർച്ചകൾ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ആഘോഷങ്ങളെ യേശുവെന്ന് കരുതുന്നുണ്ടോ? ചർച്ചകളല്ല, ഓണം എന്ന് പറയുന്നത് ചർച്ചകൾക്കപ്പുറത്ത് അത് ഈ പറഞ്ഞൊരു വികാരമാണ്. അതിൻ്റെ ഒരു സന്തോഷത്തിൻ്റെയും എന്തൊരു കൂട്ടായ്മയുടെയും ഒക്കെ ഒരു വികാരമാണ് സത്യത്തിൽ. ഇപ്പോൾ ഓണം എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്, എൻ്റെ കുട്ടിക്കാലത്ത് ഈ പത്തനംതിട്ട ജില്ലയിൽ നെടുങ്ങാടപ്പള്ളി എന്നൊരു ഗ്രാമത്തിൽ അവിടെയായിരുന്നു ആ ഓണക്കാലങ്ങൾ ചിലവഴിച്ചിരുന്നത്. അപ്പോൾ ആ ഓണക്കാലം എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അന്ന് ഞാനിപ്പോഴും ഓർക്കുന്നത് ഈ ശബ്ദരേഖകൾ എന്നുള്ള സംഭവമാണ്. സിനിമയിലെ അന്ന് സിനിമ കാണുക എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ പോയി കാണുക എന്ന് പറയുന്നത് വളരെ അപൂർവമാണ്. അപ്പോൾ ആ ശബ്ദരേഖകൾ, സിനിമകളുടെ ശബ്ദരേഖകൾ ആകാശവാണിയിലൂടെ കേൾക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ അനുഭവം തന്നെയായിരുന്നു. അപ്പോൾ അതേപോലെ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകൾ, ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് പോലെ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകൾ ഗ്രാമീണ തലങ്ങളിൽ വളരെ സജീവമായിരുന്ന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകൾ, അവർ സംഘടിപ്പിക്കുന്ന ഈ വോളിബോൾ ടൂർണമെൻറ്റുകൾ എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ചില കഥകളിൽ തന്നെ ഞാനത് ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ അന്നത്തെ വോളിബോൾ കളിയുടെയും ആ കാലത്ത് ഓണക്കാലത്ത് നടത്തുന്ന ടൂർണമെൻറ്റുകളിലെ അന്നത്തെ നാടൻ താരങ്ങളും സൂപ്പർ താരങ്ങളും അത് ജനങ്ങളതിൻ്റെ ഹർഷാരവം കൂടെ ഏറ്റുവാങ്ങുന്നതും അതൊക്കെ ഒരു വലിയൊരു വികാരമാണ്. അപ്പോൾ അങ്ങനെ, പക്ഷേ അതൊന്നും ഇപ്പോൾ അവിടെ ഇല്ല. ഇപ്പോൾ അങ്ങനെയുള്ള അതേപോലുള്ളൊരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, അത് നാടിനെ മുഴുവൻ കൈകോർത്ത് പിടിച്ചുകൊണ്ട് അവർ സംഘടിപ്പിക്കുന്ന ഒരു ആഘോഷം, അതൊന്നും എങ്ങും കാണാനില്ല. അതെല്ലാം അപ്രത്യക്ഷമായി കഴിഞ്ഞിരിക്കുക. അങ്ങനെ കുട്ടികളും യുവാക്കളും തന്നെ അവിടെ ഇല്ല അത് ആഘോഷിക്കാനായിട്ട്. എല്ലാവരും വളരെ തിരക്കുകളിലാണ്. അപ്പോൾ അതേപോലെ അങ്ങനത്തെ ഒരു ഓണക്കാലത്തിൻ്റെ ഒരു കൂട്ടായ്മയും ഇതുപോലെ ഇപ്പോൾ ശബ്ദരേഖകൾ എന്നൊക്കെ പറയുന്നത് അതൊരു ഇപ്പോൾ ഒരു നൊസ്റ്റാൾജിയ മാത്രമായി നിൽക്കുകയാണ്. പക്ഷേ ഇപ്പോഴും ഈ പറയുന്ന പോലെ ഇത് ചർച്ചകളല്ല, ചർച്ചകൾക്കപ്പുറത്ത് ഇപ്പോൾ നമ്മളിതിന് ഓണത്തെപ്പറ്റി ഇങ്ങനെ ഒരു ചർച്ച ചെയ്യുന്നത് ഇത് അതിൻ്റെ എന്താ പറയുക, നമ്മളതിൻ്റെ എങ്ങനെ ഏതാനും വാക്കുകളിൽ സംസാരിക്കുന്നു എന്നല്ലാതെ അതിനപ്പുറത്തൊരു വികാരമായിട്ട് ഓണം അലയടിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്
എൻ്റെ വിശ്വാസം. ഇത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അത്രത്തോളം ഒരു ഗ്രഹാതുരത്വം ഉണർത്തുന്ന രീതിയിലാവില്ല എന്ന് മാത്രം. പക്ഷേ മറ്റ് പുതിയ പുതിയ രീതികളിൽ അത് ഓണം തുടരുകയാണ്. പുതിയ കമ്പോള സംസ്കാരത്തിനനുസരിച്ച് ഓണം തുടരുന്നുണ്ട്. സുമാൻ സാറ് ഇപ്പോൾ എഴുതുമ്പോഴായാലും അല്ലെങ്കിൽ വരയ്ക്കുമ്പോഴായാലും ഒരുപക്ഷെ മലയാളിയെ ഏറ്റവും റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഘടകമാണ് ഓണം എന്ന് പറയുന്നത്. അങ്ങനെ വരകളിലോ എഴുത്തിലോ അല്ലെങ്കിൽ ചിന്തകളിലോ ഒക്കെ തന്നെ ഈ ഓണവും മലയാളിയുമായി ചേർന്നൊക്കെ വന്നിട്ടുണ്ടോ? നമുക്ക് എല്ലാം കടം വാങ്ങിയാണ് നമ്മൾ ജീവിക്കുന്നത്. മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഭക്ഷണം മുതൽ പച്ചക്കറി മുതൽ ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് നമ്മളിപ്പോൾ പച്ചക്കറി കൃഷിയൊക്കെ ചെന്ന് തുടങ്ങിയതും ജൈവ കൃഷിയെക്കുറിച്ചുള്ള പ്രാധാന്യം ഇപ്പോൾ മനസ്സിലാക്കിയത്. കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് വരെ ഓണത്തിന് വന്നുകൊണ്ടിരുന്നത് തിരുവനന്തപുരത്തിനെ സംബന്ധിച്ചിടത്തോളം കളിയിക്കുള്ള ചന്തയിൽ നിന്നാണ് വന്നത്. അതില്ലെങ്കിൽ നമുക്ക് ഓണമില്ലായിരുന്നു. ആ കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഒരു 2-3 കൊല്ലം മുമ്പേ കളിക്കുള്ള ചന്തയിൽ നിന്നുള്ള പച്ചക്കറി നിലച്ചു, ലാറി പണിമുടക്ക് വന്നു. അന്ന് ഈ തലസ്ഥാനത്ത് ഒരു കഷ്ടപ്പാടെന്ന് പറഞ്ഞിരുന്നാൽ അന്നത്തെ ഈ ഓണം ഏതാണ്ട് ഇന്നത്തെ ഓണം ഒരു ദുരിതപൂർണമായ ദുഃഖപൂർണമായ ഒരു ഓണം പോലെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അവർ വന്നിരുന്നാലേ ഉള്ളൂ. നമ്മൾ അത്തക്കള വരണം, പൂക്കൾ അവിടെ നിന്ന് വരണം, ഭക്ഷ്യസാധനങ്ങൾ ഇവിടെ വരണം, തുണികൾ ഇതെല്ലാം അവിടെ നിന്ന് വരണം, പിന്നെ വീട് പണിയുന്ന കോൺക്രീറ്റ് കമ്പി ഇതെല്ലാം അവിടെ നിന്ന് വന്നിരുന്നാലേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ മാവേലി പോലും ഒരു വരുത്തനെ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ചിത്രീകരിച്ച് വെച്ചിരിക്കണം ഇങ്ങനെയാണ്. പാളത്താറൊക്കെ കൊടുത്ത് കൊമ്പം മീശയൊക്കെ ഇട്ട് റിങ്ങൊക്കെ ഇട്ട് കുറികളൊക്കെ പിടിച്ച് കിരീടം വെച്ച് കേരളത്തിലെ ഒരു രാജാവും, തിരുവിതാംകൂറിലെ ആകട്ടെ കൊച്ചിയിലാവട്ടെ കോഴിക്കോടാവട്ടെ, ഒരു രാജാവും കിരീടം വെച്ച് ഭരിച്ചിട്ടില്ല. കിരീടവും വാളും ഗദയും ഒന്നും എടുത്ത് പ്രയോഗിച്ചവരല്ല. അങ്ങനെയുള്ള ഒരു മലയാളി സംസ്കാരത്തിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് ഈ ശിവകാശി കലണ്ടറിലെ. ഇത്തവണയും വന്നിരിക്കുന്നു. കഴിഞ്ഞ ഒരു 2-3 വർഷത്തിന് മുമ്പ് ഞാനും ആർട്ടിസ്റ്റ് നമ്പൂതിരിയും ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മയും അദ്ദേഹവും വരച്ചു ഞങ്ങളുടെ ഭാവനയിലുള്ള ഒരു മാവേലി ചക്രവർത്തിയെക്കുറിച്ച്. അപ്പോൾ ഇതിൽ ഒന്നും ഈ പറഞ്ഞതുമാതിരി തന്നെ ചർച്ച കൊണ്ടൊന്നും വരച്ചത് കൊണ്ടൊന്നും ആരുടെ ശ്രദ്ധയിലും പെടുന്നില്ല. ഒന്നും ഓടിച്ചു കളയുന്നു. അതും മലയാളിയുടെ ഒരു അലസ മനോഭാവമാണ്. ഒന്നിനെ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. അല്ല, പക്ഷെ അതിനിടയിൽ ഒരു അഭിപ്രായം പറയുന്നുണ്ട്. കൈരളി നടത്തിയ ഓണാഘോഷ പരിപാടിയിൽ ഞങ്ങൾ ഉപയോഗിച്ച അല്ലെങ്കിൽ ഞങ്ങൾക്ക് വന്ന് മാവേലി ഞങ്ങൾ അങ്ങനെ തെരഞ്ഞ് ആ വിധത്തിലായിരുന്നു. അതായത് അതികായനായ, സ്വാഭാവികമായും നമുക്ക് മാവേലി എന്ന് പറയുമ്പോൾ നമ്മൾ ആ വിധത്തിലൊരു മാവേലിയായിരുന്നു. അതുകൊണ്ട് പല മലയാളികളും ആ വിധത്തിലുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. ചിത്രങ്ങളിൽ ഞാൻ പറഞ്ഞത് ഞങ്ങൾ വരച്ചു, ഞങ്ങളുടെ മനസ്സിലുള്ള മാവേലി ഇതാണ്, ഇങ്ങനെയുള്ള ഒരു മഹാരാജാവാണ് മാവേലിയായിട്ട് സങ്കല്പിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹം. അതുകൊണ്ട് ഇങ്ങനെ ഒരു മാവേലിയെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ചർച്ചയുടെ ഒരു ചെറിയൊരു ഗുണവശം ആകാൻ പോകുന്നത്, ഇനിയെങ്കിലും നമുക്ക് ഇതിനൊരു കമ്മിറ്റി ഉണ്ടാക്കിയാലും, ചിത്രകാരന്മാരുടെ കമ്മിറ്റി, കാനായിയുടെ നേതൃത്വത്തിലും നമ്മുടെ ആർട്ടിസ്റ്റ് നമ്പൂതിരി, പിന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്ന പ്രശസ്ത കാട്ടൂർ നാരായണനുള്ള സാറ്, ഇവരെയൊക്കെ വെച്ചും കൊണ്ട് ഒരു മാവേലിയെ നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മുടേതായ ഒരു മാവേലി വേണം. ഇതിപ്പോൾ പാളത്താറെടുത്ത് ഒരു തമിഴ് ഏതാണ്ട് പൊള്ളാച്ചിയിൽ നിന്ന് ഈ കാളയിലും കൊണ്ടുവന്ന ചില രൂപങ്ങളുണ്ട്. അതുമാതിരിയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാനായിയുടെ നല്ലൊരു മാവേലിയുടെ പ്രതിഷ്ഠ, നമ്മുടെ രാജാരവിവർമ്മ തിരുമേനി എത്രയോ ദൈവങ്ങളെയും ദേവന്മാരെയും ദൈവികളെയും വരച്ചു. ഒരു മാവേലി ചക്രവർത്തിയെ അദ്ദേഹത്തിന് വരയ്ക്കാൻ തോന്നിയില്ലല്ലോ. പക്ഷേ ഇത് എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു സങ്കല്പത്തിലേക്ക് എങ്ങനെയെന്ന് ഇത് എങ്ങനെ വന്നു എന്ന് എനിക്കും അത്ഭുതമാണ്. ഇത് ആര് കോമാളി വേഷം? നമ്മളൊരു മഹത്തായ ഒരു രൂപഘടനയാണ് നമ്മുടെ മാവേലി നമ്മൾ കാണുന്നത്. ആ അർത്ഥം, മാവേലിയുടെ പദത്തിൻ്റെ അർത്ഥം തന്നെ നോക്കണം. ഞാൻ വ്യാഖ്യാനിച്ചിട്ടുള്ളത് മാവേലി എന്നാണ്. നമുക്കിടയിൽ വേലി പാടില്ല. മാനുഷാദ പോലെ നമുക്കിടയിൽ എന്തിനു വേലി? അങ്ങനെയുള്ള ഒരു ലോകത്തിൽ ഒരിക്കലും അങ്ങനെ ഒരു പേരുള്ള ആഘോഷത്തിന് പാത്രീഭൂതനായ ഒരു മഹാരാജാവില്ല. അതും അദ്ദേഹത്തിൻ്റെയും ആ മാവേലി ചക്രവർത്തി ഒരു ദുരന്തകഥയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഓണം ആഘോഷിക്കുന്നതിന്. നന്നായിട്ട് ഭരിച്ചവരെയൊക്കെ, സൽഭരണം കാഴ്ചവെച്ചവരെയൊക്കെ പാതാളത്തിലേക്ക് താഴ്ത്തുന്ന ഒരു
എന്താണ് ഒരു കീഴ്വഴക്കമല്ല. അപ്പോൾ പുതിയതായിട്ട് വന്ന അതായത് ഏഷണിയും കുണ്ടനെയും കൊണ്ട് എന്ത് നടക്കും എന്നുള്ളത് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരിതാണ് നമ്മുടെ മാവേലിയെ പാതാളത്തിൽ താഴ്ത്തി. അത് തന്നെ ഇന്ന് നമ്മളും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയാണ് ഇത് കേരളത്തിൻ്റെ ഉത്ഭവമാണ്, പരശുരാമൻ ഗോവർണത്തിൽ നിന്ന് മഴുവെടുത്തിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സങ്കല്പമൊക്കെ മാറ്റിവെക്കണം എന്നല്ല, അത് ക്രമേണേ മാറുള്ളൂ. പക്ഷേ ഈ മിത്തിനെ തന്നെ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഒരു പുതിയ കഥ, ഒരു പുതിയ രൂപം, ഒരു പുതിയ വ്യക്തിത്വം, ഐഡന്റിറ്റി നമ്മുടെ മാവേലിക്ക് കൊടുക്കണം. അതാണ് കലാകാരന്മാർക്ക് പറ്റുന്നൊരു കാര്യമാണത് തോന്നുന്നു. ഏതായാലും ശ്രീ മുരുകൻ കാട്ടാക്കട ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓണവും ഒരുപക്ഷെ താങ്കളുടെ കവിതകളെല്ലാം തന്നെ യഥാർത്ഥ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി നിൽക്കുന്ന കവിതകളാണ്. ഓണം കടന്നു വന്നിട്ടുണ്ടല്ലോ കവിതയിൽ, ഒരുപക്ഷെ അതേക്കുറിച്ച് പറഞ്ഞാൽ. അല്ല, തീർച്ചയായിട്ടും ഓണം ഏത് കവി, ഏത് മലയാളത്തിലെ ഏത് എഴുത്തുകാരനെയും അല്ലെങ്കിൽ കലാകാരനെയും ഓണം സ്വാധീനിക്കാതിരിക്കില്ലല്ലോ. തീർച്ചയായും അങ്ങനെ എന്നെ സംബന്ധിച്ച് എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളാണ് എൻ്റെ ഓണം. ഞാൻ എപ്പോഴും പറയും, എനിക്ക് എൻ്റെ ഏറ്റവും ജ്വലിച്ചു നിൽക്കുന്ന എൻ്റെ ചിന്ത എന്ന് പറയുന്നത് എൻ്റെ അമ്മ നന്നായി ചിരിക്കുന്ന ദിവസമായിരുന്നു തിരുവോണ ദിവസം. കാരണം വലിയ കുടുംബമായിരുന്നു. അപ്പം എല്ലാവർക്കും ആവശ്യമുള്ള അളവിൽ, തോതിൽ ഇഷ്ടമുള്ള ആഹാരം ഉണ്ടാക്കി നന്നായി വിളമ്പാൻ കഴിയുന്ന ഒരേ ഒരു ദിവസമായിരുന്നു അന്ന്. അപ്പോൾ അമ്മയുടെ മുഖത്തൊരു പ്രത്യേക ചിരി, ഒരു മന്ദസ്മിതം കാണുമായിരുന്നു. ഞാനൊരിക്കലും മറക്കാതെ വെച്ചിരിക്കുന്ന എൻ്റെ ഓണച്ചിന്ത ഈ അമ്മയുടെ അത് വെച്ചുകൊണ്ടാണ് എൻ്റെ ഓണച്ചിന്തകളെക്കുറിച്ച് ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട്. ഓണം എന്ന് പറയുന്നത് ഓർമ്മയ്ക്കു പേരാണ് ഓണം എന്നാണ് ആ കവിത. എനിക്ക് പറയാനുള്ളത് ഈ ഓണത്തെ സംബന്ധിച്ചുള്ള ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, ഈ ലോകത്തിൽ ഞാൻ ഇപ്പോൾ കുഞ്ഞുങ്ങളോടെല്ലാം പറയുന്ന കാര്യമാണ്, ലോകത്തിൽ മറ്റേതൊരു സമൂഹത്തിൻ്റെ ദേശീയ ഉത്സവത്തിനും ഇല്ലാത്ത ഒരു പ്രത്യേകത നമ്മുടെ ഓണമെന്ന മലയാളിയുടെ ദേശീയോത്സവത്തിനുണ്ട്. മറ്റേതൊരു ദേശീയോത്സവവും തിന്മയ്ക്ക് മേൽ നന്മ നേടിയ വിജയമോ വേറെ ഏതെങ്കിലും പ്രതിഭാശാലിയായ ആ മനുഷ്യനുമായി ബന്ധപ്പെട്ടതൊക്കെ ആകാം. പക്ഷെ മലയാളി മാത്രമാണ് സമത്വം എന്ന ആശയം വെച്ചുകൊണ്ട് ദേശീയ ഉത്സവം കൊണ്ടാടുന്ന ലോകത്തിലെ ഒരേ ഒരു സമൂഹം. ഈക്വാളിറ്റി, ഒരു കാലത്ത് സമത്വം എന്ന സാധനം ഉണ്ടായേ പറ്റൂ. ആ ഒരു ബോധം മനസ്സിലുള്ളത് കൊണ്ടാണ് ഒരു പക്ഷേ ലോകത്തിൽ ആദ്യത്തെ ജനാധിപത്യത്തിലൂടെയുള്ള കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് കേരളത്തിൽ തന്നെ സംഭവിക്കുന്നതിന് കാരണം നമ്മുടെ എല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ഈ സമത്വബോധമാണ്. കള്ളവും ചതിയും ഇല്ലാത്തവനും ഇല്ലാത്ത രാജ്യവും സ്റ്റേറ്റ് വിൽ വിധറവേ എന്ന് മാർക്സ് പറഞ്ഞ പോലെ ന രാജ്യ നജ രാജാസ്വീത്ത് എന്ന ചിന്തയിൽ രാജ്യവും രാജാവും ഇല്ലാത്ത ധർമ്മം കൊണ്ട് പ്രജകൾ പരസ്പരം രക്ഷിക്കപ്പെടുന്നൊരു കാലമുണ്ടാകുമെന്ന അതിസുന്ദരമായ സമത്വബോധം മലയാളിക്കുണ്ട് എന്നുള്ളതാണ് ഓണാഘോഷത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ പുതിയ കുഞ്ഞുങ്ങളോട് വെല്ലുവിളിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഫേസ്ബുക്ക് പോലുള്ള, വാട്സപ്പ് പോലുള്ള ഈ പുതിയ ജനറേഷൻ മാധ്യമങ്ങളെ ധാരാളമായി ഉപയോഗിക്കുകയും ദുരുപയോഗിക്കുകയും ചെയ്യുന്നൊരു കാലമാണല്ലോ. നമ്മൾ ലോകത്തിലുണ്ടാകുന്ന ഏത് ദിനത്തെയും കൊണ്ടാടുന്നവരാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒരു ദിനത്തെ മറ്റുള്ളവരെ കൊണ്ട് കൊണ്ടാടിപ്പിക്കുവാൻ ഇത്തരം മാധ്യമങ്ങളെ നമ്മുടെ പുതിയ കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയണം. അതായത് മലയാളി തിരുവോണം ആഘോഷിക്കുമ്പോൾ ലോകം മുഴുവൻ അതിനെ ഈക്വാളിറ്റി ഡേ ആയി ആഘോഷിപ്പിക്കണം, സമത്വ ദിനമായി ആഘോഷിപ്പിക്കുവാൻ തക്ക മേധാശക്തിയുള്ള ഒരു തലമുറ നമുക്കില്ലാതെ പോകുന്നു എന്നുള്ളതാണ് സത്യം. ഞാനെത്താം ശ്രീ ഉമ്പായിലേക്ക് കൂടി. താങ്കൾ കുറച്ച് തിരക്കുണ്ടെന്ന് എനിക്കറിയാം. ഏതായാലും ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഒരുപക്ഷെ മലയാളിക്ക് ഈ ഒരുപാട് ഇല്ലാത്തവൻ്റെ അല്ലെങ്കിൽ ഉള്ളവൻ്റെ സാധാരണക്കാരൻ്റെ എന്നൊക്കെ രീതിയിലൊക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞാലും ഇതിനെല്ലാം മുമ്പിൽ ഒന്നും അല്ലെങ്കിൽ എല്ലാം മുമ്പിൽ ഒരുപോലെ നിൽക്കുന്നത് സംഗീതമാണ്, അല്ലെങ്കിൽ കലയാണ്. പക്ഷേ അതിൻ്റെ ഭാഗം കൂടിയാണ് താങ്കൾ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നൊരു ഗസൽ പാടി തന്നെ നമുക്ക് അതിലേക്ക് കൂടി പോകാമെന്ന് തോന്നുന്നു. അത് ഈ ഞാൻ മനസ്സിലാക്കിയത് ഈ വൈവിധ്യങ്ങളുടെ ഒരു കൂമ്പാരമാണല്ലോ നമ്മുടെ നാട്, ഭാരതം. അപ്പോൾ ഈ വൈവിധ്യങ്ങളെ എന്തുകൊണ്ടാണ് കൂട്ടിച്ചേർക്കപ്പെടുന്നത് എന്നുള്ളൊരു വലിയ പ്രശ്നമാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ സംഗീതം തന്നെയാണ്. വടക്കേ ഇന്ത്യയിലേക്ക് കടന്നാൽ നമുക്കത് കാണാൻ പറ്റും. ആ ചരിത്രം പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാവും. ഞാൻ വളരെ അത്ഭുതപ്പെട്ടിട്ടുണ്ട് നമ്മുടെ സംഗീതത്തിൻ്റെ പ്രാധാന്യം. അതിലെനിക്ക് ഇന്ന് പ്രയാസം ഞാൻ അനുഭവിക്കുന്നത് നമ്മളിൽ നിന്ന് അകലുന്നു. എന്താണ് കാരണം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അതിൻ്റെ അരാജകത്വമാണ് ഫലം, അരാജകത്വമാണ് നമ്മളിന്ന് അനുഭവിക്കണമെന്ന് കൂടി എനിക്ക് പറയേണ്ടി വരും. കാരണം നമ്മുടെ സംഗീതം അത്രയും പരിശുദ്ധമാണ്, ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്.
അത് മറ്റൊരു തലത്തിലേക്ക് പോകുന്നു, അത് വിശദീകരിക്കാൻ ഇപ്പോൾ സമയമില്ല. എങ്കിലും ഞാനത് പറയാണ്. ഒരു ഗസൽ സൃഷ്ടിക്കപ്പെടുന്ന മറ്റൊരു രീതിയാണ് കവി സയ്യിദ് റാഹി സാബ് പറയുമ്പോൾ പങ്കജ് ഉദാസ് ജി അത് പാടി ജനങ്ങളുടെ ഹൃദയത്തിൽ സമർപ്പിച്ചിട്ടുണ്ട്. ദർദ് സീനെ സെ ഉഠാ आँख से आंसू निकले, दर्द सीने से उठा आँख से आंसू निकले, रात आई तो गजल कहने के पहलू निकले, दर्द सीने से उठा. ഹൃദയം വേദനിക്കപ്പെടുമ്പോൾ ഗസൽ സൃഷ്ടിക്കപ്പെടുന്നു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഓരോ ശാഖയും ഓരോ കൈവഴികളും മനുഷ്യൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മുടെ സംഗീതത്തിന് പ്രാധാന്യം കൊടുക്കുക, ഭാരതീയ സംഗീതത്തെ മനുഷ്യ സമൂഹത്തിൻ്റെ ഹൃദയത്തിൽ പിടിച്ചു നിർത്താനുള്ള ശ്രമം നമ്മൾ നടത്തണം. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കൈവഴിയുമായിട്ടുള്ള യാത്ര. ഗസൽ വിട്ട് വേറൊരു പരിപാടിയില്ല. ഒരുപക്ഷെ ശ്രീ ഉമ്പായി, നമുക്കറിയാം ഓണം എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ നാലാൾ കൂടുന്നിടത്തൊക്കെ ഒരുപക്ഷെ കലാപ്രകടനങ്ങൾ ആ വിധത്തിൽ ഓണക്കാലത്ത് കലാകാരന്മാരുടെ തിരക്കുള്ള സമയമായിരിക്കും. ഇപ്പോൾ അതിനെ ഒരുപാട് കാര്യങ്ങൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്, TV അല്ലെങ്കിൽ വേറെ മറ്റു പരിപാടികളുമൊക്കെ. ഇപ്പോഴും ജനങ്ങൾക്കിടയിലേക്ക് ഗസലുമായി ചെല്ലുന്ന ഒരു വ്യക്തി എന്ന നിലയിലൊക്കെ പൊതുവിൽ നമ്മളുടെ കലകൾക്ക് സംഭവിച്ചിട്ടുള്ള ഈ ഒരു പ്രശ്നത്തെ എങ്ങനെയാണ് കാണുന്നത്? അത് ഞാൻ കാണുന്നത് എനിക്ക് അത് ബോധ്യപ്പെട്ടിരിക്കുന്നത് ഇത് വലിയ രീതിയിലുള്ളൊരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്നുള്ളതാണ്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയതാണ്, ഒരുപക്ഷെ ശരിയാവാം അല്ലെങ്കിൽ ശരിയല്ലാതാവാം. ഭാരതീയത എന്ന് പറയുന്നത് ഭാരതീയ സംസ്കാരമാണ്. ഭാരതീയ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഭാരതീയ സംഗീതമാണ്. അപ്പോൾ ഭാരത സംസ്കാരത്തെ തകർക്കണമെങ്കിൽ ഭാരതീയ സംഗീതത്തെ തകർക്കണം, അല്ലാതെ ഭാരതീയ സംസ്കൃതിയെ തകർക്കാൻ പറ്റില്ല. അതിനു വേണ്ടിയുള്ള ശ്രമം അറിഞ്ഞോ അറിയാതെയൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് എനിക്ക് എൻ്റെ പഠനത്തിൽ എനിക്ക് മനസ്സിലാകുന്നത്. കാരണം എൽവിസ് പ്രിസ്ലി മുതൽ യാനി വരെ പറയുന്നു ഭാരതീയ സംഗീതം പോലൊരു സംഗീതശാഖ ലോകത്ത് ഒരു സ്ഥലത്തുമില്ല. പക്ഷേ നമ്മുടെ സംഗീതത്തിന് ഇന്ന് സ്ഥാനം എന്താ? വല്ല കാലത്തും ഭാരതീയ ചാനലിൽ കേൾക്കാം ഒരു ക്ലാസിക്കൽ സംഗീതം, അല്ലേ? ഡി ഡി ചാനലിലൊക്കെ ഈ കഥകളും സീരിയലും അല്ലാതെ വേറെ വല്ലതും ഉണ്ടാടും. നമ്മുടെ കുട്ടികളിലേക്ക് നമ്മുടെ സംഗീതം തന്നെ ഇറങ്ങിച്ചെല്ലണം, എന്നാലേ ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ശ്രീ ഉമ്പായി, താങ്കൾക്ക് തിരക്കുള്ളതുകൊണ്ടാണ് വളരെ വേഗം ഫ്രീ ആക്കി തരാം. ഞാൻ അതിലേക്ക് വരാം. അതായത് ഒരുപക്ഷെ മലയാളി ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മലയാളി ഇത്തരം കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ, അത് സ്വീകരിക്കാനുള്ള ഒരു വലിയ മനസ്സുള്ളൊരു ജനതയാണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഗസലിൻ്റെ കാലഘട്ടം, താങ്കൾ വന്ന ഒരു അല്ലെങ്കിൽ താങ്കൾ സജീവമായി നിന്ന ഒരു കാലഘട്ടത്തിലൊക്കെ മലയാളിക്ക് എന്ത് ഗസൽ എന്നുള്ള വിരുദ്ധ ചർച്ചകൾക്കൊക്കെ അപ്പുറത്തു നിന്ന് മലയാളി ഗസൽ സ്വീകരിച്ചൊരു സാഹചര്യമൊക്കെ ഉണ്ട്. ഒരുപക്ഷെ ആ ഒരു തരത്തിലൊക്കെ നോക്കുമ്പോഴും ഇനിയും നമുക്ക് പ്രതീക്ഷ അസ്തമിച്ചിട്ടില്ല എന്ന് തന്നെ പറയാനാകില്ലേ? തീർച്ചയായിട്ടും ഇപ്പോൾ തെക്കോട്ടും കിഴക്കോട്ടൊക്കെ വളരെ ആയിട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ ഈ ഗസൽ എന്ന് പറയുന്നൊരു സംഭവം. കാരണം ഇത് മലബാറിലും മട്ടാഞ്ചേരിയിലും കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നൊരു സംഭവമല്ലേ. അത് മലയാളത്തിലേക്ക് വന്നപ്പോൾ ONV സാറായാലും യൂസഫ് അലി കേച്ചേരി സാറായാലും സച്ചിദാനന്ദൻ സാറായാലും അവരുടെയൊക്കെ കവിതകൾ, ഈസ്റ്റോസ് ടി വിജയേട്ടൻ, പ്രദീപ് അഷ്ടമിച്ചിറ, വേണുവിദേശ്, ഇവരുടെ കവിതകൾ സഹർഷം സ്വീകരിച്ചല്ലോ മലയാളി. അങ്ങനെ ജനങ്ങൾക്കിടയിലേക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന മലയാളം പറഞ്ഞില്ലേ, ഞാൻ ഈ സമൂഹത്തിൽ ഉരുത്തിരിഞ്ഞു വന്നതാണ്. കൂടുതലും ONV സാറിൻ്റെ ആണെങ്കിൽ തരുമോ എനിക്കൊരു നിമിഷം, തരുമോ എനിക്കൊരു നിമിഷം, നിൻ പൂമുടി ചുരുളിൻ സുഗന്ധത്തിൽ വീണലിയ, അറിയാത്ത സൗഗന്ധികങ്ങൾ വിരിയും അഴകിൻ്റെ കാനന ഛായ പുൽകാൻ,
തരുമോ എനിക്കൊരു നിമിഷം. ഒൻവി സാറിൻ്റെ ഈ മാതിരി സാധനങ്ങൾ, യൂസഫ് അലി സാറിൻ്റെ വളരെ ഹിറ്റായിട്ടുള്ള സംഭവങ്ങൾ. വീണ്ടും പാടാം സഖി നിനക്കായി വിരഹഗാനം ഞാൻ, ഒരു വിഷാദഗാനം ഞാൻ. നീലത്താമര വിടരും നിന്നോടെ നീൽമിഴി നിറയില്ലെങ്കിൽ, നീൽമിഴി നിറയില്ലെങ്കിൽ വീണ്ടും പാടാം സഖി നിനക്കായി വിരഹഗാനം ഞാൻ, ഒരു വിഷാദഗാനം ഞാൻ. ഞാൻ തിരികെ എത്താം, തിരികെ എത്താം. ശ്രീ വിനു എബ്രഹാം, ഇവിടെ ഒരുപക്ഷെ പല കലാകാരന്മാരും, ഇവിടെ ഇരിക്കുന്ന നമ്മുടെ കലാകാരന്മാരെ പോലെ പലരും ചെറുത്തുനിൽപ്പുകൾ നടത്തുന്നുണ്ടെങ്കിലും എല്ലാം ഒരു പാക്ഡ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഓണത്തിന്റെ കാര്യം പറയുമ്പോൾ എത്രയോ കാലങ്ങളായി നമ്മൾ സംസാരിക്കുന്നു, നമ്മുടെ പറമ്പിൽ നിന്നൊരു പൂ പറിച്ച് അത്തപ്പൂക്കള വിടാൻ നമുക്ക് പറമ്പില്ല, അല്ലെങ്കിൽ ചെടികളില്ല, എല്ലാം പാക്ഡ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു കാലത്തിലും കുറെയെങ്കിലും ഒക്കെ ചെറുത്ത് നിൽക്കാൻ ഇനിയും മലയാളിക്കാകുമോ? പ്രത്യേകിച്ച് കലയുടെ കാര്യത്തിലായാലും അല്ലെങ്കിൽ എഴുത്തിന്റെ കാര്യത്തിലായാലും ഒക്കെ തന്നെയും ചെറുത്തുനിൽപ്പ് സാധ്യമാണോ മലയാളിക്ക്? തീർച്ചയായിട്ടും സാധ്യമാണ്. കാരണം മലയാളി സമൂഹം മറ്റ് മുമ്പെയുടെ ചർച്ചകൾ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ അകത്തൊരു സമത്വബോധവും പിന്നെ ഒരു അതിവൈകാരികതയ്ക്ക് അടിപ്പെടാതെ പാലിക്കുന്ന ഒരു സംയമനം, അതൊരു പക്ഷേ നിസ്സംഗതയുമാകാം. അതിൻ്റെ ഒരു മറുവശമുണ്ട്. ഈ മലയാളി ഒരു നിസ്സംഗത പല കാര്യങ്ങളിലും ഇപ്പോൾ മറ്റ് നമ്മുടെ ഈ തമിഴ് അല്ലെങ്കിൽ കന്നഡ സഹോദരന്മാരെ അപേക്ഷിച്ച് നമ്മളിലൊരു നിസ്സംഗതയുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഇവിടെ വലിയ കലാപങ്ങൾ ഉണ്ടാകാത്തത്. അത് ഗുണവുമുണ്ട് ദോഷവുമുണ്ട് അതിൽ. പക്ഷേ എങ്കിലും ഈ പറഞ്ഞതുപോലെ ചെറുത്തുനിൽപ്പ് എന്ന് പറയുന്നത് ഇപ്പോഴും തീർച്ചയായിട്ടും എഴുത്തുകാരിലും ഒക്കെ ഉണ്ട്, എഴുത്തുകാരിലും കലാകാരന്മാരിലും ഒക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ടത് ചെറുപ്പക്കാരിൽ നിന്നാണ്. ഇവിടെ ശ്രീ മുരുകൻ കാട്ടാക്കട സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടികളിൽ നിന്ന്, അല്ലെങ്കിൽ അവിടെ നിന്നാണ് ഇത് ഉണ്ടാകേണ്ടത്. പക്ഷെ അതുണ്ടാകുന്നുണ്ടോ? പുതിയ തലമുറയിൽ നിന്നുണ്ടാകുന്നുണ്ടോ? പുതിയ തലമുറയിൽ വേണ്ടത്ര രീതിയിൽ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതിൽ പ്രത്യേകിച്ച് ഇപ്പോൾ കലയുടെ കാര്യത്തിലായാലും ഒരു സിനിമയുടെ ഒക്കെ തന്നെ കാര്യത്തിലായാലും അതിലൊരു ചെറുത്തുനിൽപ്പിൻ്റെ ആ രീതിയിൽ ഒരു കലാവബോധം അത് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ വളരെ സംശയമുണ്ട്. ഇപ്പോൾ 70-കളൊക്കെ അപേക്ഷിച്ച് 70-കൾ 80-കളുടെ തുടക്കത്തൊക്കെ അപേക്ഷിച്ച് അത്രത്തോളം ഇപ്പോൾ സിനിമയുടെ കാര്യം എടുത്താലും സാഹിത്യത്തിൻ്റെ കാര്യമൊക്കെ എടുത്താൽ തന്നെ മൊത്തത്തിൽ അങ്ങനെ ഒരു ചെറുത്തുനിൽപ്പ്, ഒരു തീവ്രമായ ഈ സാമൂഹ്യ ദുരവസ്ഥകളോട് പ്രതികരിക്കുന്ന രീതിയിലുള്ള അത്രത്തോളം വിട്ടുവീഴ്ച ചെയ്ത് പോവുകയാണ് എന്നുള്ളൊരു കോംപ്രമൈസ്. കാരണം എങ്ങനെയും വിജയിക്കണം, ഒരു മാർക്കറ്റ് അധിഷ്ഠിതമായിട്ട് അത് ഒരു എന്താ പറയുക വിജയതന്ത്രങ്ങൾ, വിപണന തന്ത്രങ്ങൾ അതിലൊക്കെ അടിപ്പെടുന്ന രീതിയിലാണ് മൊത്തം നമ്മുടെ അഭ്യസനം. അതിൻ്റെ ഒരു വിദ്യാലയങ്ങളിലും അല്ലെങ്കിൽ ബോധവൽക്കരണങ്ങളും ഒക്കെ ആ രീതിയിലാണ് നടക്കുന്നത്. യുവതലമുറ എങ്ങനെയും വിജയിക്കുക എന്നുള്ളതിൽ ലക്ഷ്യത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് വികസനം എന്നൊക്കെ പറയുന്ന ചില വാക്കുകളുണ്ട്, ചില വികസനം, വിജയം എന്നൊക്കെ പറയുന്നത്. അതൊക്കെ അതിൻ്റെ സൂക്ഷ്മതലങ്ങളിൽ ആലോചിച്ച് പ്രയോഗിക്കേണ്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ള സൂക്ഷ്മ ചിന്തകളൊന്നും ഇല്ലാതെ ഇതൊക്കെ പ്രയോഗിക്കുമ്പോൾ ഇതേപോലെയുള്ള ഒരു ചെറുത്തുനിൽപ്പൊക്കെ വേണ്ട രീതിയിൽ ഇല്ലാതെ വരുന്നൊരവസ്ഥയുമുണ്ട്. എന്നാൽ എഴുത്തിൻ്റെയും കലയുടെ ഒക്കെ കാര്യത്തിൽ ഒരു പരിധിവരെ ഇപ്പോഴും എനിക്ക് വിശ്വാസമുണ്ട്. കാരണം അക്ഷരം എന്ന് പറയുന്നത് അത് ക്ഷരമല്ലാത്തതാണ്. അപ്പോൾ അക്ഷരങ്ങൾ എന്ന് പറയുന്ന അക്ഷരങ്ങൾ അല്ലെങ്കിൽ കല എന്നൊക്കെ പറയുന്ന അതിൻ്റെ ഒരു സംസ്കാരം അതിൽ ഏർപ്പെടുന്നവൻ തീർച്ചയായിട്ടും എക്കാലവും അതിൽ ചെറുത്തുനിൽപ്പുണ്ടായിരിക്കും. അത് ആ പ്രതീക്ഷയോടെ നമുക്ക് ഈ ഒരു ഓണക്കാലവും അതിലൂടെ കടന്നു പോകും. വളരെ വേഗം ചർച്ചയിലേക്ക് എത്താം. സുഭാൻ സാർ, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ കാർട്ടൂണിലൊക്കെ ഒരുപാട് ഉപയോഗിക്കാവുന്ന ഒരു സംഭവം തന്നെയാണ് ഈ മലയാളി എന്ന് പറയുന്നത്. ഈ മാറുന്ന മലയാളി, പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ ആറ്റിറ്റ്യൂഡ്, അതൊക്കെ ഈ കാർട്ടൂണുകളുമായി അല്ലെങ്കിൽ ഈ എഴുത്തുമായിട്ടൊക്കെ എത്രത്തോളം ബന്ധപ്പെട്ടിട്ടുണ്ട്? ഇപ്പോൾ ഇന്നത്തെ ഈ കാവേരി സംഭവം തന്നെ എടുക്കാം. ഇത് നല്ലൊരു വിഷയമാണ്. എനിക്ക് തോന്നുന്നു നാളെ ഭാവനാസമ്പന്നരായ കാർട്ടൂണിസ്റ്റുകൾ അത് പ്രയോജനപ്പെടുത്തുമെന്നാണ് തോന്നുന്നത്. ഉത്രാടപ്പാച്ചിൽ മലയാളി ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്നും മൈസൂരിൽ നിന്നൊക്കെ ഉത്രാടപ്പാച്ചിലാണ്. അതൊരു അറം വന്നതുപോലെയായി. ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുമ്പോൾ തലേന്ന് ഈ വീട്ടമ്മമാർ പറയും അയ്യോ അതില്ല ഇതില്ല അതില്ല എന്ന് പറയുമ്പോഴത്തേക്കാണ് സന്ധ്യയ്ക്ക് ഇദ്ദേഹം സന്ധ്യയൊക്കെ എടുത്തുകൊണ്ട് ഓടുന്നത്. അതൊരു ഉത്രാടപ്പാച്ചിലാണ്. ഇനി എന്തെല്ലാം ശേഖരിച്ച് വെച്ചിരുന്നാലും ശരി, ആ തിരുവോണത്തിൻ്റെ തലേന്ന് ഒരു ഓട്ടം വേണ്ടി വരും, ഒരു വിപ്രാളം പിടിച്ച ഓട്ടം. ഇന്ന് ഓടുന്ന മലയാളി അത് പ്രമാണിച്ചല്ല. ഇന്ന് അവൻ്റെ ജീവൻ കയ്യിലെടുത്തുകൊണ്ട് ഉള്ള ഒരു പാച്ചിലാണെന്നുള്ളത്. അങ്ങനെ ഒരു കാർട്ടൂണിൻ്റെ വിഷയമായിട്ട് ഞാനത് കാണുകയാണ്. പക്ഷേ ആ ഉത്രാടപ്പാച്ചിൽ വരയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ ആ ഭാവന നമ്മൾ വേറെ ഏതെങ്കിലും തരത്തിൽ പ്രയോഗിക്കുമ്പോഴോ നമ്മളെ തന്നെ ദോഷപ്പെടുത്തുന്ന രീതിയിലാണ് എനിക്ക് കാണുന്നത്.
മലയാളിയുടെ ശരിക്കും ആ ഉത്രാട പാച്ചിൽ എന്തിനു വേണ്ടിയുള്ള പാച്ചിലാണ്. ഓരോ മലയാളിയും ഇന്ന് മിക്കവാറും അയൽ സംസ്ഥാനങ്ങളിൽ തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രാപ്രദേശിലുമൊക്കെ മലയാളികൾ ഇന്ന് പ്രയാസത്തിലാണ്. കാരണം ഇത് പടർന്നു പന്തലിക്കാവുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ മലയാളികൾ കയറിയ ബസ്സുകൾ തീയിട്ടു, വെടിവെപ്പ് നടന്നു, 2 പേർക്ക് പരിക്കേറ്റു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇതേമാതിരി തന്നെ ഭാരതത്തിൽ ഭാരതീയൻ എന്ന് പറയുന്ന ആ ഒരു ഘടകമുണ്ടല്ലോ, ഈ ദുഃഖം അനുഭവിക്കുകയാണ്. നാളെ എനിക്കെന്ത് വരും ഇന്നൊരു കാര്യം, ഒരു പ്രശ്നം വന്നതിൻ്റെ പേരിൽ എത്ര നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് എൻ്റെ രാജ്യത്തിനും വരാമല്ലോ, കേരളത്തിനും വരാം, തമിഴ്നാടിനും വരാം. യഥാർത്ഥത്തിൽ ഈ കാവേരി പ്രശ്നം കൊണ്ടുവന്നിരിക്കുന്നത് തമിഴ്നാടാണ്. അത് ബാംഗ്ലൂരിൽ എന്ത് പറ്റി? അപ്പോൾ അവിടെയാണ് മലയാളികൾ കൂടുതലുള്ളത്. അപ്പോൾ അവരെ നാട്ടിലെത്തിക്കുകയില്ല, ഓണക്കാലത്ത് നാട്ടിലെത്തിക്കുകയില്ല എന്നുള്ളതുപോലെയായി. നേരെ മറിച്ച് തമിഴ്നാട്ടിലാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാമായിരുന്നു. കാരണം പക്ഷേ അവരുടെ ഭാഗം ജയിച്ചിരിക്കുകയാണ്. സുപ്രീം കോടതി അവർക്ക് അനുകൂലമായിട്ട് പറഞ്ഞിരിക്കുന്നു എന്നല്ലേ പറയുന്നത്. അപ്പോഴത്തെ അവരുടെ ജയിച്ചിരിക്കുകയാണ്. ആ ജയത്തിൻ്റെ ആ ഒരു ഉന്മാദത്തിൽ മലയാളിക്കും എന്തും ചെയ്യാം. ഇവിടെയും തമിഴരുണ്ട്. ഭാരതത്തിലെ എല്ലാ സമൂഹങ്ങളും വ്യാപിച്ചു കിടക്കുകയാണ്. അപ്പോൾ ആ ഘടകം കേന്ദ്രം വളരെയധികം ശുഷ്കാന്തിയോടുകൂടി ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ് ഈ നാളെയും മറ്റന്നാളും ദിവസങ്ങളിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത്. കട്ടക്കട ഇവിടെ പറഞ്ഞതുപോലെ തന്നെ മലയാളിയുമായി ചേർത്ത് വെക്കാവുന്ന ഒരുപാട് കവിതകളുണ്ട്. അങ്ങനെ ചേർത്ത് വെക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു കവിതയുടെ 2 പേര്. ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ഓണം എന്നൊരു ഓണം, ഓർമ്മയ്ക്കു പേരാണിതോണം, ഓർമ്മയ്ക്കു പേരാണിതോണം, പൂർവ നേരിൻ്റെ നിനവാണിതോണം, ഓർക്കുവാൻ എന്തെങ്കിലും വേണമെന്നുള്ള വാക്കിൻ്റെ നിറവാണിതോണം, ഓർമ്മയ്ക്കു പേരാണിതോണം, ഇല്ലായ്മ കൊല്ലാത്ത യൗവനങ്ങൾ, മുറ്റത്തെ മുക്കുറ്റി മുക്തകങ്ങൾ, മുഷ്ടി കരുത്താൽ മുഖം ചതഞ്ഞാത്മാവു നഷ്ടപ്പെടാ ഗോത്ര സഞ്ചയങ്ങൾ, ഓർമ്മയ്ക്കു പേരാണിതോണം, മഞ്ഞ നെൽക്കതിർ ചാഞ്ഞുലഞ്ഞ പാടം, മാമ്പൂ മണക്കും നനുത്ത ബാല്യം, കൊച്ചൂടുവഴികളിൽ പൂക്കൾക്കു കണിവച്ചു കൊച്ചു കൈത്താലം പിടിക്കുന്ന കൂട്ടുകാർ, ഊഞ്ഞാലുയർന്നുയർന്നാകാശസീമയിൽ മാവില കടിച്ചുകൊണ്ടൊന്നാമനായ നാൾ, ഉച്ചയ്ക്കു സദ്യയ്ക്കു മുൻപ് നെയ്യാറിൻ്റെ നെഞ്ചിൽ നീർതെറ്റി കുളി കുറുമ്പോണം, ഓർമ്മയ്ക്കു പേരാണിതോണം. കവിതയിലൂടെ ഓണം ഉറപ്പിച്ചു. ഏതായാലും ഇവിടെ ശ്രീ ഉമ്പായി ഇവിടെ പറഞ്ഞതുപോലെ തന്നെ മലയാളിക്ക് ഓണം എന്ന് പറയുമ്പോൾ ഓർമ്മ കൂടിയാണ്. എല്ലാവർക്കും ഉണ്ടാവും അവരുടെ ചെറുപ്പകാലത്തെ ഓണം, ഇപ്പം ഇല്ലാതെ പോകുന്ന ഓണം, അങ്ങനെയൊക്കെ. ഒരുപക്ഷെ താങ്കൾക്കും ഉണ്ടാകും അങ്ങനെ ഒരു ഓണം. പ്രത്യേകിച്ച് ഇതിപ്പം ബലിപെരുന്നാൾ അങ്ങനെ ആഘോഷങ്ങളുടെ ഒരു സമയം കൂടിയാണ്. ഈ ഒരു സമയത്ത് ആ ഒരു ഓർമ്മ കൂടി ഓർത്തെടുത്താൽ ശ്രീ ഉമ്പായി. ഓർമ്മകൾ കൂടെ തന്നെ ഉണ്ടല്ലോ, എല്ലാ രീതിയിലുള്ള ഓർമ്മകളുണ്ട്. തിരുവോണമുണ്ട്, ബക്രീദുണ്ട്, ഓണത്തിന് ജനനം, അതുകൊണ്ട് ഓണപുത്രൻ എന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ തികച്ചും ONV സാറിനെ ഓർക്കുകയാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ നിന്നെ കുറിച്ചുള്ളോരോർമ്മകൾ മാത്രമാണിന്നൻ മനസ്സിൽ സഖി, നിന്നെ കുറിച്ചുള്ളോരോർമ്മകൾ മാത്രമാണിന്നൻ മനസ്സിൽ സഖി, നിന്റെ മനോഹര ചിത്രങ്ങൾ മാത്രമാണിന്നെൻ്റെ
മൺചുമരിൽ സഖി നിന്നെ കുറിച്ചുള്ളോരോർമ്മകൾ മാത്രമാണിന്ന് മനസ്സിൽ സഖി നിന്നെ കുറിച്ചുള്ളോരോർമ്മകൾ മാത്രമാണിന്ന് മനസ്സിൽ സഖി. ഇതിൽ കൂടുതൽ ഓർമ്മകളെ കുറിച്ച് എന്തു പറയാനാ? സാർ അതിൻ്റെ എല്ലാ തൊട്ടൊരു നടപടികളൊക്കെ നടത്തിക്കൊണ്ട് എഴുതിയിട്ടുള്ള കവിതയാണ്. അത് തന്നെയാണ് ഉറുദു ഗസലിലും കിടക്കുന്നത്. ചുക്കേ ചുക്കേ രാത് ദിൻ ആസു ബഹാനാ യാദ് ഹൈ. യാദ് മീൻസ് ഓർമ്മ. हमको अब तक आशिक़ी का वो ज़माना याद है. चुपके चुपके रात दिन आंसू बहाना याद है. സുകുമാർ സാറിന്റെ ഒരു ഓണപ്പാട്ടോടുകൂടി നമുക്ക് ചർച്ച വൈൻഡപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു. സുകുമാർ സാർ, എൻ്റെ ഓണപ്പാട്ടല്ല, വളരെ പ്രസിദ്ധമായ എത്രയോ തലമുറകളായി പാടിക്കൊണ്ടിരിക്കുന്ന ആ മാവേലി നാടിനെ കുറിച്ചുള്ള ഒരു ഓർമ്മ. മാവേലി നാടു വാണിടും കാലം മാനുഷരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും ഒട്ടില്ലതാനും കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം മാവേലി നാടു വാണിടും കാലം. അതുപോലെ ഒരു കാലം നമുക്കിനിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതിന് വളരെ നന്ദി ചർച്ചയിൽ പങ്കുചേർന്ന് സംസാരിച്ച ശ്രീ സുകുമാർ സാർ, ഇപ്പം ശ്രീ മുരുകൻ കാട്ടാക്കട, ശ്രീ വിനു എബ്രഹാം, ശ്രീ ഉമ്പായി. ഏതായാലും ഓണത്തെക്കുറിച്ച് തന്നെയായിരുന്നു ഇന്നത്തെ ചർച്ച. പല രീതിയിലുള്ള വിഷമങ്ങളും ഒരു ഭാഗത്ത് കർണാടകത്തിലടക്കമുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിലും മലയാളി എല്ലാം മറന്നുകൊണ്ട് ഓണം ആഘോഷിക്കും എന്ന ഒരു പൊതുവായ ചിന്ത തന്നെയാണ് ഈ ചർച്ചയിലും ഉയർന്നു വന്നത്. ചർച്ച ഇവിടെ പൂർണ്ണമാവുകയാണ്.